ശർമ്മയുടെ വീട്ടിൽ ഒരുപാട് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. അവരുടെ വീട്ടിലെ ഇളയ മകൻ ഗൗരവിന്റെ കല്യാണമായിരുന്നു. വീട് മുഴുവൻ അലങ്കരിച്ച് ലൈറ്റുകളൊക്കെ വെച്ച് ആഘോഷത്തിലായിരുന്നു. വീട്ടുകാര് മുഴുവൻ കാത്തിരുന്നത് ആ വീട്ടിലെ ആകെ ഒരേ ഒരു മകളായ നൈനയും ഭർത്താവായ രോഹിത്തിന്റെ വരവിനായിരുന്നു. പെട്ടെന്ന് മുറികളൊക്കെ വൃത്തിയാക്ക്, മരുമകൻ ഇപ്പൊ എത്തും. അത് പിന്നെ എല്ലാം നന്നായി നോക്കണം കേട്ടോ. അവർക്കായി ഒരു പ്രത്യേക മുറി തന്നെ ഒരുക്കണം. നിനക്കറിയാലോ മരുമകന്റെ സ്വഭാവമൊക്കെ. അതെ അതെ, അതുകൊണ്ടാണല്ലോ ഒരു പ്രത്യേക മുറി തന്നെ ഞാൻ വെച്ചേക്കുന്നത്. നൈനമോളും പിന്നെ ഗർഭിണിയല്ലേ. ചേട്ടന്റെ വിവാഹം ആയതുകൊണ്ട് അവൾ അത്ര ശ്രദ്ധിക്കില്ല അവളെ, അതാ. പക്ഷെ മരുമകനെ നന്നായി നോക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ. കല്യാണത്തിനേക്കാളും കൂടുതല് ആ വീട്ടിലെ ഒരേ ഒരു മരുമകനെ സ്വീകരിക്കുന്നതിനായിരുന്നു അവർക്ക് തിരക്ക്. കാരണം രോഹിത് ചെറിയ ചെറിയ കാര്യത്തിന് പിണങ്ങുമായിരുന്നു. ഗ്യാൻ പ്രകാശിന് 3 ആൺമക്കളും ഒരു പെൺകുട്ടിയായിരുന്നു. മകളുടെ കല്യാണം രോഹിത്തുമായി നടന്നു. ബാക്കി 2 ആൺമക്കളുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. ഇനി വിവാഹത്തിനായി ആകെ ഉണ്ടായിരുന്നത് അവരുടെ ഏറ്റവും ഇളയ മകനായ ഗൗരവിന്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു ആഘോഷം തന്നെയായിരുന്നു. പിന്നെ മരുമകനായ രോഹിത്തിന്റെ വരവിനും കൂടെയായിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ വണ്ടി വന്നു നിന്നു. രോഹിത്തും നൈനയും കാറിൽ വന്നിറങ്ങി. മരുമകനെ സ്വാഗതമുണ്ട്. രോഹിത് ഒന്ന് പുഞ്ചിരിച്ചു. രോഹിത്തിന് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. മരുമകനെ ഇവിടെ വന്നിരിക്ക്. മീരാ, തണുത്തതെന്തെങ്കിലും എടുത്തോണ്ട് വാ. തണുപ്പെന്ന് പറയുമ്പോ മാങ്കോ ഷേക്ക് തന്നെ എടുത്തോ. മാംഗോ ഷേക്കോ? അതും ഈ കാലാവസ്ഥയിലോ? എന്തു പറ്റി? ഒന്നുമില്ല, മാംഗോ ഷേക്ക് കൊണ്ട് തരാട്ടോ. അതേനെ, നിങ്ങളപ്പുറത്തെ കടയിന്ന് അവന്റെ കുറച്ച് ഫ്രീസറിൽ വെച്ചേക്കണ മാമ്പഴം അങ്ങ് എടുത്തോണ്ട് വാ കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാം. അങ്ങനെ ഗ്യാൻ ശ്യാമ് കടയിൽ പോയി മാമ്പഴം കൊണ്ടെന്ന് മൂത്ത മരുമകളുടെ കയ്യിലേക്ക് കൊടുക്കും. അവള് പെട്ടെന്ന് തന്നെ മാംഗോ ഷേക്ക് ഉണ്ടാക്കി കൊണ്ടുവരും. എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോ രോഹിത് മുറിയിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇതെന്താ മുറിയിൽ ഒരു തലയാണേ ഉള്ളല്ലോ? അയ്യോ മോനെ, 2 ഉണ്ടായിരുന്നല്ലോ. അല്ല, മെറ്റത് എവിടെ പോയി? കല്യാണം നടക്കാൻ പോണ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ടിരിക്കൂലേ? ഇന്നൊരു തലേനേം കൊണ്ടേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. രോഹിത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവൻ അത് അഡ്ജസ്റ്റ് ചെയ്തു. അവൻ റെസ്റ്റ് എടുത്തു. നൈനയും വീട്ടുകാരൊക്കെ കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു. വൈകുന്നേരം ആയപ്പോ രോഹിത്തിന് വിശന്നപ്പോ മുറിയിൽ നിന്ന് താഴേക്ക് വന്നു. ഡൈനിങ് ടേബിളില് വന്ന ഗസ്റ്റുകളൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആഹാരം തികഞ്ഞില്ലായിരുന്നു. എനിക്കൊരു പ്ലേറ്റ് തന്നെ. സാറേ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ചപ്പാത്തിയൊക്കെ തീർന്നുപോയി. രോഹിത്തിന് ആകെപ്പാടെ ദേഷ്യം വന്നു. മരുമകൻ വന്നിരിക്കുക, എന്നിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കണമെന്ന്. ഇതൊക്കെ എവിടത്തെ ന്യായമാണോ? നേന അവന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വന്നു. അതെ, ഇതൊക്കെ ഒന്ന് വിട്, കല്യാണം അല്ലേ ഇവിടെ. എനിക്ക് വിശന്നിട്ടൊരു രക്ഷയില്ല. ഭക്ഷണം എന്താ? രോഹിത്തിന്റെ മൂടൊക്കെ മാറി ദേഷ്യത്തിൽ മുറിയിലേക്ക് തിരിച്ചുപോയി. അല്ല, മരുമോൻ എവിടെ പോയി? അദ്ദേഹം കഴിക്കാതിരുന്നപ്പോ ചപ്പാത്തി തീർന്നു പോയില്ലായിരുന്നോ? അതുകൊണ്ട് ദേഷ്യത്തില് പുള്ളി പോയി. എന്റെ ദൈവമേ, ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു. കുഴപ്പമില്ല, ഇപ്പൊ തന്നെ മരുമോൻ ഇഷ്ടമുള്ളത് ഞാൻ പോയി ഉണ്ടാക്കൊണ്ട് വരാം. അമ്മായിയമ്മ അങ്ങനെ മരുമകനു വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി മരുമകന്റെ അടുത്തേക്ക് ചെല്ലും. മരുമകനെ, ഞാൻ മോനിഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുവാ, ഇതൊന്ന് കഴിക്ക്. അമ്മ, ആ പാചകക്കാരൻ എന്നോട് 10 മിനിറ്റ് കാത്തിരിക്കാൻ പറഞ്ഞു. അവൻ എങ്ങനെ തോന്നിയത് പറയാൻ? മോനെ, ഞാൻ ആ ജോലിക്കാരനെ ജോലിന്ന് പറഞ്ഞു വിട്ടു. നിനക്കറിയാലോ, കല്യാണ വീടാവുമ്പോ അത്ര തിരക്കൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ ചെറിയ ഇതൊക്കെ വരൂലേ. ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് മോനി ഭക്ഷണം ഒന്ന് കഴിക്ക്. അമ്മ പറയുന്നുണ്ട് കഴിക്കാൻ ഞാൻ. അങ്ങനെ രോഹിത് ആ ഭക്ഷണം കഴിക്കും. ദൈവാനുഗ്രഹം, മോൻ ആ ഭക്ഷണം കഴിച്ചു. ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു? അതെ, ഞാനങ്ങ് പേടിച്ചു പോയായിരുന്നു. ഇനി മോന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. കല്യാണ തിരക്കൊക്കെ അതൊക്കെ ശരിയാ സൈഡിൽ കൂടെ നടക്കട്ടെ. പിള്ളേരെ, നിങ്ങൾ അവനെ നന്നായിട്ട് നോക്കണേ. രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. രോഹിത്തിനെ എല്ലാരും നന്നായി തന്നെ നോക്കാനും തുടങ്ങി. അഞ്ജലി, ഇതുവരെ ചായ എടുത്തില്ലേ നീ? എല്ലാരും വെളിയിൽ ചായ കുടിക്കാൻ നിൽക്കുക. ചേട്ടത്തി, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ വീട്ടിലെ മരുമകൻ ആദ്യം കൊടുക്കട്ടെ ഞാൻ. ഇല്ലെങ്കിൽ അദ്ദേഹം പിണങ്ങുന്നു അറിയാലോ. അത് ശരിയാണല്ലോ. ഈ കുടുംബത്തിലെ എല്ലാരും പിണങ്ങിപ്പോയാലും കല്യാണം ചെക്കൻ പോയാലും മരുമകൻ ഇവിടുന്ന് പിണങ്ങി പോവാൻ പാടില്ല. നീ പെട്ടെന്ന് കോഫി ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്ക്. അഞ്ജലി പെട്ടെന്ന് തന്നെ കോഫി ഉണ്ടാക്കി അവന് കൊണ്ടേ കൊടുക്കും. വീട്ടിൽ വന്ന ഗസ്റ്റ് ഒക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത് കൊള്ളാലോ. ഞങ്ങള് ചായ ചോദിച്ചിട്ട് എത്ര നേരമായി. അകത്തിപ്പോ പോയി ചായ കൊടുക്കണ കണ്ടല്ലോ. അല്ല, ഞങ്ങളുടെ ചായ ഇപ്പൊ എവിടെ പോയി? ചിറ്റെ, ഇപ്പൊ കൊണ്ടുതരാം. അത് കഴിഞ്ഞ് എല്ലാവർക്കും അവള് ചായ കൊണ്ടു കൊടുക്കും. കസേര പെട്ടെന്ന് കൊണ്ട് അവിടെ വയ്ക്ക്. ഞാൻ നടക്കുവാണ്. എനിക്ക് വയസ്സായില്ലേ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റൂ. കുടുംബക്കാരൊക്കെ കുറ്റങ്ങൾ പറയാനും തുടങ്ങി. അപ്പോഴേക്കും അവിടെ വലിയ അമ്മൂമ്മ വന്ന് നിൽക്കും. മോനെ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ? ഒട്ടും പറ്റുന്നില്ല, ദാഹിക്കുന്നു. എന്ത്? വെള്ളം എടുക്കാനോ? ഞാൻ ഇവിടുത്തെ മരുമകനാണ്, അല്ലാണ്ട് വേലക്കാരനല്ല. നീ ഒരു കാര്യം പറ. എപ്പോഴെങ്കിലും നൈനമോള് നിന്റെ വീട്ടിലേതെങ്കിലും കല്യാണം നടന്നപ്പോ എപ്പോഴെങ്കിലും എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റൂല, ഞാൻ ഈ വീട്ടിലെ മരുമകളാന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടോ?
ഇത് കേട്ടപ്പോ രോഹിത് ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഹൽദിയുടെ കാര്യങ്ങൾ തുടങ്ങി. കല്യാണ ചെക്കന് മഞ്ഞളൊക്കെ തേച്ചു. കുടുംബത്തിൽ പാട്ടും ഡാൻസും ഒക്കെയായി ഒരേ ഒരു ആഘോഷമായിരുന്നു. പക്ഷെ രോഹിത് മാറിയിരിക്കായിരുന്നു. അവന് പിണക്കമായി. കാരണം ആദ്യത്തെ ഹൽദി അവന് തന്നെ തേച്ചു കൊടുക്കണമായിരുന്നു. വരൂ രോഹിത്, നമുക്ക് പോയിട്ട് ഹൽദിയുടെ ചടങ്ങൊക്കെ കാണാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല, നീ തന്നെ പോയാൽ മതി. ഞാനിവിടെ കഴിച്ചോന്ന് പോലും ഇവിടെ ആരും തിരക്കില്ലല്ലോ. പിന്നെ ആദ്യം ഹൽദിക്ക് മഞ്ഞൾ തേക്കേണ്ടത് മൂത്ത മരുമകനായ എനിക്ക് തന്നെയല്ലേ? മരുമകൻ പിണങ്ങിയപ്പോ ബന്ധുക്കാരൊക്കെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അല്ല, ഇവിടുത്തെ മരുമകൻ എന്താ ഈ പറയുന്നേ? പിണക്കത്തിലാണെന്ന് തോന്നുന്നു. അവനൊന്നും കിട്ടിക്കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തേ. അപ്പോഴേക്കും കല്യാണ ചെക്കൻ ഹൽദിയും മുഖത്ത് വെച്ച് മുറിയിലേക്ക് വരും. ചേട്ടൻ എന്താ പിണങ്ങിയോ? രോഹിതന് അപ്പോഴും പിണക്കമായിരുന്നു. ചേട്ടാ, ഇന്നെന്റെ കല്യാണമാണ്. ചേട്ടന്റെ സന്തോഷമല്ലേ എന്റെയും സന്തോഷം. ചേട്ടൻ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ എനിക്ക് എങ്ങനെ മനസ്സമാനം കിട്ടും? രോഹിത്തിന്റെ ദേഷ്യം ഇത്തിരി കുറഞ്ഞു. എന്നാലും മുഖം വീർപ്പിച്ചു നിന്നു. എന്നിട്ട് പോയി അവൻ ഇത്തിരി ഹൽദി തേച്ചു കൊടുത്തു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഇവിടെ ഒരാൾക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാൻ തിന്നോ കുടിച്ചോന്ന് പോലും ആരും തിരക്കുന്നില്ല. അവൻ പറയുന്ന കാര്യം ആ വീട്ടിലെ 3 പിള്ളേര്, 8 വയസ്സുള്ള യശ്, 9 വയസ്സുള്ള സ്വാതി, 7 വയസ്സുള്ള ശാലും ഇത് കേട്ടോണ്ട് നിൽക്കായിരുന്നു. അയ്യോ, ഇവിടുത്തെ മരുമോൻ പിണങ്ങിയേ. എന്റെ ദൈവമേ, മരുമോൻ പിണങ്ങിയല്ലോ. മൂത്തവരൊക്കെ കല്യാണ തിരക്കിലാണല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ബാ, നമുക്കെല്ലാവർക്കും പോയി ചേട്ടന് ഭക്ഷണം എടുത്തു കൊടുക്കാം. അതെ ബാ, നമുക്ക് പോയി ചേട്ടന് ആഹാരം കൊണ്ടു കൊടുക്കാം. അങ്ങനെ പിള്ളേരെല്ലാരും കൂടെ നല്ല ചൂട് ഭക്ഷണവുമായിട്ട് രോഹിത്തിന്റെ അടുത്തേക്ക് വരും. ഇന്നാ ചേട്ടാ, ചൂട് ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ. ആ പിള്ളേര് വന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോ രോഹിത്തിനാകെ വിഷമമായി. എന്നിട്ട് അവൻ അതൊന്ന് ആലോചിക്കും. ഞാനെന്ത് ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഞാൻ പിണങ്ങുന്നുണ്ടോ? എന്റെ ഭാര്യ വീട്ടിലെ എല്ലാവരോടും അങ്ങനെയാണോ? എന്റെ സ്വഭാവം എന്താ ഇത്രക്ക് ചീപ്പാണോ? ഞാനിനി പിണങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ കൊച്ചുകുട്ടികളെ ചെറിയ കൈ കൊണ്ട് ചൂട് ഭക്ഷണം എനിക്ക് കൊണ്ടുവന്ന് തന്നത്? അയ്യോ, ഇതൊന്നും ശരിയല്ല രോഹിത്. ഞാനെന്താ ഇങ്ങനെ? എനിക്കാണെങ്കിൽ കുട്ടികളെ വളരെ ഇഷ്ടമാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവല്ലേ. പിള്ളേരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് ശരിയല്ല. ഛേ. അവൻ ചെയ്ത തെറ്റ് അവന് ഇപ്പൊ മനസ്സിലായി. കുഞ്ഞു പിള്ളേര് തന്നെ വേണ്ടിവന്നു അവന്റെ ഈ തെറ്റ് അവന് മനസ്സിലാക്കി കൊടുക്കാൻ. അവൻ ആ പിള്ളേരോട് ക്ഷമയും ചോദിക്കും. എന്നോട് ക്ഷമിക്കും മക്കളെ. എന്റെ ഈ സ്വഭാവം കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നല്ലേ? ഇല്ല, ഇനി ഞാനങ്ങനെ ചെയ്യത്തില്ല. വലിയവരും കൊച്ചുകുട്ടികളും എന്റെ ഈ സ്വഭാവത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇനി ഈ മരുമകൻ പിണങ്ങില്ല. ഈ കല്യാണത്തിന് എന്റെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും, അത് ഉറപ്പാണ്. അങ്ങനെ വീട്ടിലെ എല്ലാ കാര്യത്തിനും ഒരു മരുമകൻ എന്ന രീതിക്കല്ല, ഒരു മകൻ എന്ന രീതിക്ക് തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ജോലികളും ചെയ്യാൻ തുടങ്ങി. ഗൗരവിന്റെ കല്യാണ ചടങ്ങിലെല്ലാം സന്തോഷത്തോടെ തന്നെ അവൻ പങ്കുചേർന്നു. രാത്രിയായപ്പോ ചടങ്ങുകൾ ആരംഭിച്ചു. ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു അവിടെ. അപ്പോഴേക്ക് നേന പറഞ്ഞു, രോഹിത്തെ, ഗൗരവിന്റെ അടുത്ത് തന്നെ ഒന്ന് നിൽക്കാമോ? അവനൊരു സന്തോഷാകും. രോഹിത് ഒരു മുഷിപ്പും കാണിക്കാതെ സന്തോഷത്തോടെ എല്ലാ ചടങ്ങിലും കൂടെ തന്നെ നിന്നു. മനോരമയ്ക്ക് മക്കളില്ലായിരുന്നു. പക്ഷേ മനോരമയ്ക്ക് തന്റെ ഭർത്താവിന്റെ അനുജൻ സൂരജിനോട് വലിയ സ്നേഹമായിരുന്നു. എപ്പോഴും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് ചെയ്തിരുന്നു. മനോരമയുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി. പക്ഷേ അനുജൻ ഭക്ഷണം കഴിക്കാതെ മനോരമ കഴിച്ച ഒരു ദിവസം പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. മനോരമേ, എത്ര നേരം വാതിൽക്കൽ ഇങ്ങനെ നിൽക്കും? നീ വന്ന് ഭക്ഷണം കഴിക്ക. നിങ്ങൾക്കറിയില്ലേ, സൂരജ് ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കില്ല എന്ന്. ദാ വന്നല്ലോ എന്റെ പ്രിയപ്പെട്ട അനുജൻ. എവിടെയായിരുന്നു ഇതുവരെ? ചേട്ടത്തി, കൂട്ടുകാർക്കൊപ്പം പോയതാ. പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. നല്ല വിശപ്പുണ്ട് ചേട്ടത്തി. വേഗം ഭക്ഷണം തരൂ. ഇപ്പൊ തരാം. നീ കൈയും മുഖവും കഴുക്. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. മനോരമ, എനിക്ക് തോന്നുന്നത് സൂരജിന്റെ വിവാഹം എത്രയും വേഗം നടത്തണമെന്നാണ്. നിനക്കും അതൊരു സഹായമാകുമല്ലോ. സൂരജിന്റെ ഭാര്യ വന്നാൽ നിനക്ക് സൂരജിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കേണ്ടിയും വരില്ല. അതിനെന്താ, ഞാൻ എപ്പോഴും ഉണ്ടാകും. അനുജത്തി വന്നാലും ഒന്നും മാറില്ല. ഇത്രയും നാളത്തെ പോലെ തന്നെ ഞാൻ സൂരജിനെ അപ്പോഴും നോക്കും. കുറച്ചു നാൾ കഴിഞ്ഞ് സൂരജ് സ്നേഹിച്ചിരുന്ന ദീപ എന്ന കുട്ടിയുമായി സൂരജിന്റെ വിവാഹം നടക്കുന്നു. ആദ്യ രാത്രിയിൽ സൂരജും ദീപയും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മനോരമ അവരുടെ വാതിലിൽ മുട്ടി. സൂരജ്, നീ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് പുറത്തുവച്ച് മറന്നു. എന്റെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയാണ് ചേട്ടത്തിക്ക്? മനോരമ ഒരുപാട് നേരം സംസാരിച്ചു നിന്നു. മനോരമ മുറിയിൽ നിന്ന് പുറത്തുപോകാൻ ദീപ ഒരുപാട് പരിശ്രമിച്ചു. ചേട്ടത്തി, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ? ആ ഉറങ്ങിക്കോ. പക്ഷേ ഈ കഥ ഒന്ന് തീർന്നോട്ടെ. സൂരജ്, നീ ഓർക്കുന്നുണ്ടോ ബറേലിയിലെ അമ്മാവൻ ഒരിക്കൽ ഇവിടെ വന്ന് തർക്കിച്ചത്? ദീപ, നിനക്കറിയോ ആ കാര്യം? ദീപ അവർ പറയുന്നത് കേട്ടില്ല. അവൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ദീപ ഉറങ്ങിപ്പോയല്ലോ. എന്നാൽ ഞാൻ പോവുകയാണ്. നീ ഉറങ്ങിക്കോ. മനോരമ പോയതിനു ശേഷം ദീപ ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ ചേട്ടത്തിക്ക് മര്യാദയില്ലേ? അവർക്കറിയില്ലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണെന്ന്? ഇത്രയും നേരം ഈ മുറിയിൽ ഇങ്ങനെ നിൽക്കണമായിരുന്നോ? ചേട്ടത്തി മുറിയിൽ വന്നാൽ പിന്നെ ഇറങ്ങിപ്പോകാൻ പറയണോ? നീ ആവശ്യമില്ലാതെ തർക്കിക്കരുതേ. തർക്കിച്ചതല്ല, കാര്യം പറഞ്ഞതാണ്. ശരി, വിട്.
ഉറക്കം വരുന്നു. ദീപ ദേഷ്യത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ദീപ ഉറക്കമുണർന്നപ്പോൾ മനോരമ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അവൾ കണ്ടു. ദീപേ, ഹൽവയിൽ മധുരം അധികം ഇടണ്ട കേട്ടോ. സൂരജിന് മധുരം അത്ര ഇഷ്ടമല്ല. അപ്പോൾ ചേട്ടനോ? നിന്റെ ചേട്ടൻ എന്തും കഴിച്ചോളും. എന്ത് വേണമെങ്കിലും കൊടുക്കാം. സൂരജിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. ദീപ എല്ലാവർക്കും വേണ്ടി ഹൽവ എടുത്തു. ഹൽവയ്ക്ക് നല്ല രുചിയുണ്ട്. നിനക്കെങ്ങനെ അറിയാം ഞാൻ മധുരം അധികം കഴിക്കില്ലെന്ന്? ചേട്ടത്തി പറഞ്ഞു നിങ്ങൾ മധുരം അധികം കഴിക്കില്ലെന്ന്. ചേട്ടൻ കഴിച്ചിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. ഹൽവയ്ക്ക് നല്ല രുചിയുണ്ട് ദീപ. എനിക്ക് എന്ത് തന്നാലും ഞാൻ കഴിക്കും. സൂരജിനാണ് പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉള്ളത്. അത് നിന്റെ ചേട്ടത്തിക്ക് നന്നായി അറിയാം. സൂരജിനെ അവൾ നന്നായി ശ്രദ്ധിക്കും. എന്ത് കഴിക്കും, എപ്പോൾ കഴിക്കും, എല്ലാം മനോരമയ്ക്കറിയാം. സൂരജിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ മനോരമയോട് ചോദിച്ചാൽ മതി. പിന്നല്ലാതെ, ഇത്രയും നാളും ഞാനല്ലേ സൂരജിനെ നോക്കിയത്? ദീപ ഇത് കേട്ട് മടുത്തു തുടങ്ങിയിരുന്നു. മനോരമയാണ് സൂരജിനെ നോക്കുന്നതെന്ന്. ദീപയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു ഭർത്താവിന് വേണ്ടി ആഹാരമുണ്ടാക്കാനും അയാളുടെ കാര്യങ്ങൾ നോക്കാനും. മനോരമ അവർക്ക് പ്രൈവസി കൊടുക്കാറില്ലായിരുന്നു. ദീപ, നീ റെഡിയായോ? മൂവിക്ക് സമയമായി. ദാ ഇപ്പൊ വരാം. നീ ഓഫീസിൽ നിന്ന് വരാൻ താമസിച്ചല്ലോ. എന്നിട്ടിങ്ങനെ ധൃതി പിടിക്കല്ലേ. ഏത് പടവും കാണാനാണ് പോകുന്നത് സൂരജ്? ഒരു ഇംഗ്ലീഷ് പടമാ ചേട്ടത്തി. ദീപയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷ് പടമോ? എങ്കിൽ ഞാനും വരുന്നു. ഞാൻ ഇതുവരെ ഇംഗ്ലീഷ് പിക്ചറൊന്നും കണ്ടിട്ടില്ല. നിന്റെ ചേട്ടനോടും പറയാം, അദ്ദേഹവും വരട്ടെ. ഞാനില്ല. എനിക്ക് ഈ ഇംഗ്ലീഷ് പടമൊന്നും മനസ്സിലായില്ല. നിങ്ങൾ വയ്ക്കോ. അല്ല മനോരമ, നീ എന്തിനാ പോകുന്നത്? അവർ വയ്ക്കോട്ടെ. നിങ്ങളോ എങ്ങും പോകാറില്ല. അവൻ പോകുമ്പോൾ ഞാൻ എന്തിനാണ് പോകാതിരിക്കുന്നത്? മനോരമ പെട്ടെന്ന് തന്നെ റെഡിയായി വരുന്നു. എന്നിട്ട് സിനിമ കാണാനായി സൂരജിന്റെയും ദീപയുടെയും ഒപ്പം പോകുന്നു. തിയേറ്ററിൽ സൂരജും ദീപയും സീറ്റിലിരുന്നപ്പോൾ മനോരമ അവരുടെ നടുക്കിരുന്നു. മനോരമ ഇങ്ങനെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത് ദീപയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പടം കഴിയുന്നതുവരെ അവരെ മനോരമ തനിച്ചു വിട്ടില്ല. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ദീപയ്ക്ക് ദേഷ്യം അടക്കാൻ സാധിച്ചില്ല. പക്ഷെ അവൾക്ക് തോന്നി എന്നും രാത്രി വഴക്കിടുന്നത് ശരിയല്ല എന്ന്. മനോരമ ചേച്ചി കാരണം എന്റെ സൂരജിന്റെ ജീവിതം എന്തിനു നശിപ്പിക്കണം? ഞാനും സൂരജും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചേട്ടത്തി കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. ചേച്ചി അറിയാതെ വേണം എന്തെങ്കിലും ചെയ്യാൻ. ഒരു കാര്യം ചെയ്യാം, സൂരജിനോട് പറയാം കുറച്ചു ദിവസം എവിടെയെങ്കിലും പോകാമെന്ന്. ഞങ്ങൾ ഹണിമൂണിന് പോയിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യാം. ദീപ മമ്മിയോടും പപ്പയോടും പറഞ്ഞ് ഗോവയിലേക്കുള്ള 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഗോവയ്ക്ക് പോകാനായി ഷോപ്പിംഗും തുടങ്ങി. അതിനെക്കുറിച്ച് മനോരമയോട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്ക് മനോരമയോട് പറയേണ്ടി വന്നു. ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നല്ലോ. എവിടെയെങ്കിലും പോവുകയാണോ? അതെ ചേട്ടത്തി, ഞങ്ങൾ ഹണിമൂണിനായി ഗോവയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. ഗോവയോ? ഞാൻ ഇതുവരെ ഗോവ കണ്ടിട്ടില്ല. ഇത്ര നല്ല സ്ഥലമാണ്. അവിടെ ഒരുപാട് ബീച്ചുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കടൽ തീരങ്ങൾ വളരെ സുന്ദരമാണ് അവിടെ. ഞാൻ ഫോണിലും ടിവിയിലും മാത്രമേ ഗോവ കണ്ടിട്ടുള്ളൂ. എനിക്കും ഗോവയ്ക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ നിന്റെ ചേട്ടൻ നൈനിറ്റാളിൽ പോലും കൊണ്ടുപോയിട്ടില്ല. പിന്നെയാണ് ഗോവ. ഞങ്ങൾ അടുത്ത് മാത്രമേ പോയിട്ടുള്ളൂ. നമുക്കും ഗോവയ്ക്ക് പോയാലോ? നിങ്ങൾ ഇതുവരെ എന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ലല്ലോ. പോകാം, പക്ഷെ ഇത്ര വേഗം ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും കിട്ടാൻ വഴിയില്ലല്ലോ. ദീപ മമ്മിയോടും പപ്പയോടും പറഞ്ഞ് 2 ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യുമല്ലോ. അല്ലേ ദീപ? ദീപയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ടിക്കറ്റും ബുക്ക് ചെയ്യില്ല ചേട്ടത്തി. നിങ്ങൾ എപ്പോഴും സ്വർഗത്തിലെ കട്ടുറുമ്പാവുകയാണ്. കല്യാണം കഴിഞ്ഞ ശേഷം എന്റെയും ഭർത്താവിന്റെ സമാധാനം നിങ്ങൾ കളഞ്ഞു. എപ്പോ നോക്കിയാലും ശല്യമായി ഞങ്ങളുടെ ഇടയിൽ കയറി വരും. തനിച്ചിരിക്കാൻ പോലും സമ്മതിക്കില്ല. എന്തെങ്കിലും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. എവിടെയെങ്കിലും പോയാൽ ആദ്യം തന്നെ കൂടെ വരും. ഇപ്പൊ തനിച്ച് കുറച്ചു ദിവസം ചിലവഴിക്കാൻ ഗോവയ്ക്ക് പോവുകയാണ്. അവിടെയും വരണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സൂരജിനെ പ്രതിസന്ധിയിലാക്കുകയാണെന്നാണ്. ദീപ ദേഷ്യത്തോടെ അങ്ങനെയൊക്കെ പറഞ്ഞതും അത് കേട്ട് മനോരമയുടെ മനസ്സ് നന്നായി വേദനിച്ചു. മനോരമയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. മനോരമയുടെ ബോധം പോയി. മനോരമ കണ്ണു തുറക്ക്. ദീപ, എന്റെ മനോരമയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. നീ എന്റെ ഭാര്യയെ തെറ്റുകാരിയാക്കി. അവൾ സൂരജനെ സ്വന്തം മകനെ പോലെയാ കാണുന്നത്. ഞങ്ങൾക്ക് മക്കളില്ല. മനോരമ എന്റെ കൺമുന്നകളില്ല. 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 Thanks for
for watching.